ഇടയിൽ കയറും ഞാൻ വന്നു. ഈ ബിടെക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ബൾബ് കുറേ ഒരു 10-20 ബൾബ് അടിക്കി വെക്കും, അത് കണക്ഷൻ കൊടുക്കൊക്കെ ഒറ്റ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് എൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തൃശ്ശൂർ പൂരം കാണാൻ പറ്റില്ല. കാസ്റ്റിംഗിൽ അപ്പൊ എന്തായിരുന്നു മനസ്സിൽ വെച്ചിരുന്ന ഒരു കാര്യം? നല്ല വാഴകളായിരിക്കും. ഇപ്പൊ മനസ്സിലായി, നല്ല വാഴകളായിരിക്കും. ഒരിക്കലും ഞാൻ ഇങ്ങോട്ടാണ് വെച്ചത്. പക്ഷെ വേറെ നല്ലൊരു വാഴയ്ക്ക് ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ചില സമയത്ത് കീപ്പർ വയ്ക്കും. ജയ് ഹേ സമയത്തൊക്കെ കീപ്പർ വയ്ക്കുമ്പം വെറുതെ ഞാൻ ഔസാർന്ന് വിളിക്കുമ്പം നാളെ ഡയലോഗ് കട്ട് ചെയ്യുമേ. നോ, ഭയങ്കര പ്രൊഫഷണൽ കളിക്കാരാണ് നമ്മൾ. മറ്റേ കണ്ടത്തിൽ കളിച്ചോണ്ടിരുന്ന പരിപാടി ഇത് ഇവരുടെ മുമ്പിൽ പ്രൊഫഷണൽ ഞാൻ ഇതിലുണ്ടായിരുന്നു ബാംഗ്ലൂർ. പോടെ ഒന്ന് പോകാൻ ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ നിങ്ങളുടെ സംസാരത്തിന് ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഇത് നിർത്താം. റീടേക്കുകളായ ഒരുപാട് സീക്വൻസുകളുണ്ട്. അതെടുത്ത് വെച്ചാൽ 7 സിനിമ. വാഴ, വാഴ, വാഴ 2, വാഴ 3, വാഴ 4, വാഴ 5. ഒരു സിറ്റുവേഷൻ ഉണ്ടായി, പക്ഷെ അതിന് റിയാക്ട് ചെയ്യുന്നില്ല. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യും. ഞാൻ കട്ട് പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവർ റിയാക്ട് ചെയ്തു. ഓർക്കണ്ട സംഭവം അവിടെ നസീർക്കാർ ആക്ടിങ് കണ്ടോണ്ടിരുന്നവൻ അംബാനി വിളിച്ചിരുന്നു കല്യാണത്തിനായി. പൈസ അടച്ചില്ല, ഒരു പെണ്ണിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. ഇങ്ങനെയുള്ള വാഴകളാണ് ഈ സിനിമയിൽ മൊത്തം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വാഴ എന്ന സിനിമ ഓഗസ്റ്റ് 15 റിലീസാണ്. സോ അതിന്റെ ഫുൾ ടീം നമ്മുടെ ഒപ്പമുണ്ട്. നസീർക്ക, അസീസിക്ക, അനു ആൻഡ് ആനന്ദ്. സോ 4 പേർക്കും വെൽക്കം. തുറക്കുമ്പോൾ പതർപ്പ്, എന്നാലും നിങ്ങൾ രണ്ടുപേരും ഇടയിൽ കയറും ഞാൻ വന്നു. ശരി ശരി. നിങ്ങൾ രണ്ടുപേരും എന്നാ ആദ്യമായിട്ട് കാണാറുണ്ട്? ഞാൻ നസീർക്ക് ആദ്യമായിട്ടാണ്. നസീർക്ക് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ദൈവമേ, ഒരു സ്റ്റേജിനകത്തൊരു സിംഹം നിന്ന് ഒരു മൈക്കും വെച്ച് നിൽക്കുന്ന ആ മനുഷ്യനെ ആരാധനയോടുകൂടി ഇത്രയും കിലോമീറ്ററുകളോളം നടന്നും പിന്നെ സൈക്കിൾ വെട്ടിയും പിന്നെ ബസ് കയറിയും പല സ്റ്റേജുകളിലും കണ്ട ആരാധനയോടുകൂടി കണ്ട മനുഷ്യനായിരുന്നു എൻ്റെ. അല്ല, നമുക്ക് നമ്മളെ സ്വന്തം അച്ഛനെ ആദ്യമൊക്കെ പേടിയായിരിക്കും, പിന്നെ കണ്ട് 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 വരുമ്പോ താടി കേട്ടില്ല. എന്നാലും അല്ല, ഞങ്ങൾ ഒരുപാട് നാളായി കാണുന്നു. പിന്നെ എന്താ പറയാ, ഞാൻ ഇവരുടെ പ്രോഗ്രാമിന് ജഡ്ജായിട്ട് പോയിട്ടുണ്ട്, കോമഡി സ്റ്റാറിലൊക്കെ പോയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, സ്റ്റേജ് നന്നായിട്ട് ബാലൻസ് ചെയ്യുന്ന, നമുക്ക് വരുമ്പം തന്നെ ഒരു പ്രതീക്ഷ തോന്നുക ഇവർ കൊള്ളാം കേട്ടോ, ഇവർ നന്നാവും. നമുക്ക് അങ്ങനെ ചില ആൾക്കാർ വരും തോന്നില്ല. അങ്ങനെ തോന്നിയ 1-2 പേരിലാണ് ഒരാളാണ് അസീസും നോബിയും ഒക്കെ തന്നെ. കൂടെ അഭിനയിക്കുമ്പോഴുള്ളൊരു കൊളാബറേഷൻ അത് ഭയങ്കര. അതായത് നമ്മൾ അന്വേഷിപ്പം ചെയ്യുന്ന സമയത്ത് പുള്ളി DOSP, ഞാൻ SP. അപ്പൊ നമ്മൾ കയറാൻ നിന്നിട്ട് പരസ്പരം നോക്കിച്ചിരിക്കും. ഞങ്ങൾ SP ആയിട്ടല്ലേ എന്നെയൊക്കെ DYSP ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടല്ലേ അത് നമ്മൾ അംഗീകരിച്ചു എന്നുള്ളൊരു. അതെ, ഇപ്പൊ അസീസിനൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം, കിട്ടിയൊരു ഗുണം, എന്നെക്കാളും കൂടുതൽ കിട്ടിയൊരു ഗുണം തോന്നുന്നത് ഇവർ സ്കിറ്റുകളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സ്കിറ്റുകൾ പല ക്യാരക്ടറും കളിച്ച് ഇതൊരു ഈസി വേ ആയിട്ട് അത് തന്നെ ഇവിടെ വന്ന് ചെയ്താൽ മതി ഇവർക്ക്. അതെ അതെ. പക്ഷെ ഈസി അല്ല, അനുകരണങ്ങളിലായിരുന്നല്ലോ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ആനന്ദിന് ജേണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണല്ലോ. കാരണം 24 വയസ്സിലാണല്ലോ ഈ ഗൗതമിന്റെ വരെ സംഭവിക്കണം. അപ്പൊ അന്ന് ഈ ഫേസ്ബുക്ക് ഭയങ്കര ട്രെൻഡായിട്ട് ഭയങ്കര കുറെ എഴുത്തുകൾ ഉണ്ടായിരുന്നു ആനന്ദിനെ പറ്റിയിട്ട്. ഭയങ്കര ആസ്പയറിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള. ഇപ്പൊ വാഴ ശരിക്കും അങ്ങനെ പോലെ ഇപ്പൊ VIP ഒക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടില് ഭയങ്കര അധികം കോമൺ ആയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബിടെക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കൊക്കെ. സോ എങ്ങനെ വാഴ ഏത് ഇതിലെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? മീൻസ് എങ്ങനെയായിരിക്കും വാഴ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ? അല്ല, ഇത് തന്നെയാണ് എല്ലാവർക്കും റിലേറ്റബിൾ ആവും. എസ്പെഷ്യലി നമ്മൾ യൂത്തിന് റിലേറ്റബിൾ ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ VIP പറഞ്ഞല്ലോ, VIP പറയുന്ന പോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ആണ് വാഴയും കൂടെ പറഞ്ഞു വെക്കുന്നത്. അത് ഭീകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിലും കിട്ടേണ്ടവർക്ക് അത് കറക്റ്റ്
അളവിൽ അത് കിട്ടും. അത് അച്ഛൻ മകൻ ബന്ധമുണ്ട്, ഫാമിലി ഉണ്ട്, പിന്നെ ഈ പിള്ളേരുടെ ഗ്രോത്ത് മുതൽ ഒരു അഡൾട്ട്ഹുഡ് വരെ അവര് ഫേസ് ചെയ്യുന്ന, അവർ കടന്നു പോകുന്ന സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പിന് റിലേറ്റ് ആവുന്നത് പോലെ തന്നെ നമ്മളുടെ അച്ഛൻ അമ്മ അവർക്ക് എല്ലാവർക്കും റിലേറ്റബിൾ. ഇപ്പൊ വിപിൻ ചേട്ടന്റെ ആണല്ലോ സ്റ്റോറി ആക്ച്വലി. ഇപ്പൊ ഗവൺമെന്റ് റിട്ടേൺ ഡയറക്ടഡ് ബൈ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാ ഒരു കൊളാബറേഷൻ സംഭവിക്കണം? അതായത് വിപിൻ ചേട്ടൻ ഇത് 2018 ഫസ്റ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്. അപ്പൊ അന്നോട്ട് ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, വാഴ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താണ് പരിപാടി എന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അത് ഇങ്ങനെ പോയി. അതിനുശേഷം വിപിൻ ചേട്ടൻ അന്താക്ഷരി ചെയ്തു. അങ്ങനെ 3 സിനിമകൾ സംഭവിച്ചു. അപ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഡയറക്ട് ചെയ്യാനാണ് വരുന്നത്, എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ അഭിനയിക്കാൻ, ഇപ്പൊ അന്താക്ഷരിയിലെ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി വിളിച്ചായിരുന്നു അഭിനയിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലായത് നീ ഡയറക്ട് ചെയ്യുന്ന പറയുമ്പോഴാണ് എനിക്ക് അപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യാനാണല്ലേ ഞാൻ അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഞാൻ എത്തിയത്. അപ്പോഴത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് വിപിൻ ചേട്ടൻ ഡയറക്ട് ചെയ്യാനിരുന്ന സിനിമയാണ്, മറ്റേ മുത്തുകവിന് ശേഷം ഡയറക്ട് ചെയ്യാനിരുന്ന സിനിമയാണ്. അതെ അതെ. അപ്പൊ അതുണ്ട്. പിന്നെ വിപിൻ ചേട്ടൻ ഓൾറെഡി ഒരു സീനിയർ ഡയറക്ടർ. ഞാൻ സിനിമയിൽ ആദ്യം പരിചയപ്പെടുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് വിപിൻ ചേട്ടനാണ്. അപ്പം മുത്തുകവ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു, നിതീഷ് ചേട്ടനെ പരിചയപ്പെട്ടു. നിതീഷ് ചേട്ടൻ ആ സമയത്ത് വിപിൻ ചേട്ടന്റെ മുത്തുകവിലൊക്കെ അസിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് പരിചയമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു സിനിമയിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഞാൻ ആദ്യം ജീവിതത്തിൽ പരിചയപ്പെടുന്നത് വിപിൻ ചേട്ടനെയാണ്. അതിനുശേഷം ആ പ്രൊജക്ട് എന്റെ കയ്യിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് വരുമായിരുന്നു വാഴ. അപ്പൊ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്. നസീറിക്കയുടെ അടുത്ത് നസീറിക്ക നമ്മൾ ഷൂട്ടിന്റെ സമയത്താണ് പറഞ്ഞ കഥ ഓൾറെഡി വിപിൻ ചേട്ടൻ ഫോണിൽ നറേറ്റ് ചെയ്തു. അതിനുശേഷം സെറ്റിലേക്ക് വന്നു, നമ്മൾ കണ്ടു. അപ്പൊ ഓൾറെഡി വിപിൻ ചേട്ടൻ ഓൾറെഡി നറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് കൃത്യമായിട്ട് തരുമല്ലോ ഇത് മതി എന്നുള്ളത്. അല്ല, ഇപ്പൊ ഈ ടീച്ചറിലൊരു സീൻ ഉണ്ടല്ലോ, എനിക്ക് 2 ഓപ്ഷനുകളാണുള്ളത് പ്രധാനമായിട്ടും. ഒന്ന് എഞ്ചിനീയർ ആവാന്നുള്ളത്, ഡോക്ടർ ആവാന്നുള്ളത്. ഇപ്പൊ ഡോക്ടറിന്റെ കാര്യം പറയുമ്പോ നസീർക്കയുടെ ഫാദർ ഡോക്ടറാണല്ലോ. അപ്പൊ ഈ പൊതുവെ നമുക്കൊരു ഡോക്ടർ ടെൻഡൻസി അന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ലേ? ഇല്ല. ഞാനൊരു ചിത്രകാരനാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു ഡ്രോയിങ് മാഷ്, അന്നത്തെ കാലത്ത് അതേ സ്വപ്നം കാണാൻ പറ്റുമുണ്ടായിരുന്നു. അതെ, ഞാൻ പറയുന്ന ഒരാളായതുകൊണ്ട്. അങ്ങനെ പോയാൽ അങ്ങനെ പോയിരുന്നു നിനക്ക് എന്നെ കിട്ടുമായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ എൻ്റെ ഉപ്പയാണെങ്കിലും അങ്ങനെ ഒരു അങ്ങനെ ഇപ്പൊ ഡെന്റിസ്റ്റ് ആയിരുന്നു. പിന്നെ അതങ്ങനെ വഴിക്ക് പോകണമെന്നൊരു നിർബന്ധം പിടിച്ച ആളൊന്നും ആയിരുന്നില്ല. മുപ്പർക്കൊരു കലാഹൃദയമുള്ള ഒരാളായിരുന്നു, ഒരു കലാകാരനാകണം എന്നൊരു ആഗ്രഹമുള്ള ആളായിരുന്നു എന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ ഒരു കലാകാരനായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പിന്നെ ആ വഴിക്ക് തന്നെ തിരിഞ്ഞു. അസീസിക്ക് ഈ ബിടെക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഞാൻ പെട്ടെന്ന് എൻ്റെ ഉപ്പാടെ ഒരു അസീസ് എന്താണ് സംഭവിക്കുന്നത് ആ ഒരു ബഹുമാനം ആ ഒറ്റ ബഹുമാനം കൊണ്ടാണ് നിന്നെ എന്റെ റൂമിൽ പാപ്പാക്ക് മോന്റെ റൂമിൽ വരാലോ. ബിടെക്കോ? അല്ല, അങ്ങനെ ഞാന് പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ പാസ്സായിട്ട് ലൈസൻസ് ഒക്കെ കിട്ടി. ഡൗട്ട് ഉണ്ടല്ലോ? അല്ല, ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാന് ഭാഗ്യം കൊണ്ടാണ് പാസ്സായത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തിയറി പ്രാക്ടിക്കൽ വളരെ മോശം. തിയറി നമ്മളിപ്പോൾ എങ്ങനെയാണ് കാണാതെ പഠിച്ചത് എഴുതും, പക്ഷെ പ്രാക്ടിക്കലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മൾ നല്ലൊരു വിദ്യാർത്ഥി ആയതുകൊണ്ടും നമ്മുടെ ഈ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ഈ ബൾബ് കുറേ ഒരു 10-20 ബൾബ് അടുക്കി വെക്കും, അത് കണക്ഷൻ കൊടുക്കൊക്കെ ഒറ്റ പരിപാടികളുണ്ട്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ എക്സാം, എൻ്റെ പ്രാക്ടീസ് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് എന്നോട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തൃശ്ശൂർ പൂരം കാണാൻ പറ്റില്ല. അന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, മറ്റേ ഇവിടുത്തെ പവർ സ്റ്റേഷൻ അടിച്ചു പോയത്. അത് ഇവനാ 10 ബൾബിൽ 20 എണ്ണം അങ്ങനെ. അതാണ് എന്റെ പ്രാക്ടിക്കൽ. പക്ഷെ എന്താണെന്ന് പറഞ്ഞൂടാ, ഞാൻ ജയിച്ചു. രണ്ടാമതിന് എഴുതി പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി പാസ്സാക്കി. അങ്ങനെ
മനസ്സിലായി. ബൾബൊക്കെ അത്രയും മേടിക്കണ ഒരുപാട് പൈസ. അല്ല ഈ ന്യൂജൻ മറ്റേ ഇലക്ട്രോണിക് എഞ്ചിനീയർമാരെ കുറിച്ച് പറയണ വീട്ടിലൊരു ബൾബ് മാറ്റണമെങ്കിൽ വീട്ടുകാരൊന്നും പറയാം നിനക്കൊന്ന് മാറ്റിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട് കത്തിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് അതന്നെ സംഭവം. പക്ഷെ അത് ന്യൂ ജനറേഷൻ, പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവരും പഠിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വേറെ ഒന്നുമല്ല, അന്ന് മനസ്സിൽ മിമിക്രി ഇത് തിരക്ക്. അപ്പം നമ്മളെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വേണ്ടിയാണ്, അവിടെയൊക്കെ ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് അത്രയും ദിവസം അറ്റൻഡൻസ് കൊടുക്കുന്നത് സത്യം പറഞ്ഞു. അപ്പം ആ ഒരു കല, ഇപ്പം പാട്ടായിരുന്നാലും ആക്ടിങ് ആയിരുന്നാലും നാടകമായിരുന്നാലും മിമിക്രി ആയിരുന്നാലും അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ പഠിത്തത്തോട് ഇതായിരുന്നു മെയിൻ കോൺസെൻട്രേഷൻ. പക്ഷെ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളെ ഈ കഥയിൽ ഒരച്ഛനും മകനുമാണ്. പക്ഷെ അതിൽ ഒരു അച്ഛൻ എൻ്റെ വാപ്പായിട്ട്, അത് സിനിമ കാണുമ്പോൾ പിന്നീട് ഞാൻ പറയാം എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്. കാരണം വാപ്പ ഗൾഫിൽ നിന്ന് വരികയും പിന്നെ സന്ധ്യ ഏതെങ്കിലും അച്ഛൻ പറയും പടിയടാ നിങ്ങൾ പറയും, അതും പറയൂല. പറഞ്ഞിട്ട് കാര്യമില്ല. കുറിച്ച് പക്ഷെ ആ വാഴ നല്ല കൊലയാണ് വന്നത്. അത് ഞങ്ങൾക്കൊന്ന് കാണണം. അങ്ങനെ ഇപ്പൊ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോയാൽ പാപ്പ ടീച്ചർ ഇങ്ങനെ പറയാം, നിങ്ങള് അന്യനാട്ടിൽ കിടന്ന് അധ്വാനിക്കുകയല്ലേ, എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അത് ഞാൻ പറയാം. തിരിച്ച് നേരെ ഉമ്മ വന്നിട്ട് എന്ത് സാറെന്ത് പറഞ്ഞു, അവൻ നല്ലതായിട്ട് പഠിക്കുന്നു പാപ്പ പറയും ഉമ്മ അടുത്ത്. അങ്ങനെ ഒരു നല്ലൊരു വാഴയേട്ടൻ പരിപാലിച്ച് അങ്ങനെ അതൊരു ഈ ശരിക്കും ഈ റിയൽ ലൈഫിലായിട്ട് ഭയങ്കര സിമിലർ ഇൻസിഡന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, എവിടേക്കോ നടന്നൊക്കെ ആയിട്ട്. അതൊക്കെ സിനിമയിലുണ്ടോ ശരിക്കും? അല്ല, ഏതൊരു കോമൺ ആയിട്ട് ആൾക്കും റിലേറ്റബിൾ ആയിട്ടുള്ള പരിപാടികളാണ് ഈ വാഴയിൽ ഫുള്ളുള്ളത്. അത് അവരുടെ ചെറുപ്പകാലമാണെങ്കിലും ഈ ഒരു ബിടെക്കിന് അതിൽ ഇതുപോലെ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടികളാണെങ്കിലും അവർ ഏജിൽ എല്ലാവർക്കും റിലേറ്റബിൾ ആയ പരിപാടികളാണ്. ഈ കാസ്റ്റിംഗിൽ അപ്പൊ എന്തായിരുന്നു മനസ്സിൽ വെച്ചിരുന്ന ഒരു കാര്യം കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും? ബേസിക്കലി ഈ നല്ല വാഴകളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാന് എന്റെ മനസ്സിൽ മുഴുവനുമേ ഇത്രയും കാലം എന്നെ എങ്ങനെയാണ് ഇതിൽ സെലക്ട് ചെയ്തത് ഞാൻ ഇവരെ ഉദ്ദേശിച്ചത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി, നല്ല വാഴകൾ. ഒരിക്കലും ഞാൻ ഇങ്ങോട്ടാണ് വെച്ചത്, സോറി, ഞാൻ ഇവരെയാണ് ഉദ്ദേശിച്ചത്. ഒരു കാലത്ത് തന്നെയായിരുന്നു. പക്ഷെ വേറെ നല്ലൊരു വാഴയ്ക്ക് ഇത് ഡയറക്റ്റ് ഇതിന്റെ പിന്നിൽ ഒരു വാഴ കൈ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ബേസിക്കലി ഇവരെല്ലാരും ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളിലും ഓണായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഗുരുവായൂർ അമ്പലനടയിലായാലും ജോമോൻ ഉണ്ട്, അമിതേട്ടനുണ്ട്, പിന്നെ സാഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോമൺലി സിജു ഉണ്ട്. അങ്ങനെ കോമൺലി നമ്മൾ ആ കാസ്റ്റിലേക്ക് ഇവരിലേക്ക് തന്നെ എത്തിപ്പെടുകയായിരുന്നു. പിന്നെ അസീറിക്കായാലും അസീസിക്കായാലും നോബിച്ചേട്ടനായാലും ഇവരെ കാസ്റ്റ് ചെയ്തു. ഇനി ഇവരുടെ അച്ഛന്മാരിലേക്കാണ് പിന്നീട് പോയത്. അപ്പൊ നോക്കിയപ്പോ ഇവര് 3 പേരിലേക്കും പിന്നീട് എത്തിപ്പെടുമായിരുന്നു. നസീറിക്കയുടെയും അസീസിക്കയുടെയും നോബിച്ചേട്ടന്റെയും. അത് ജോമോനും നോബിച്ചേട്ടന്റെയും ആ ഒരു കാസ്റ്റിങ്ങും അസീസിക്കയുടെയും സിജുവിന്റെയും നസീറിക്കയുടെയും അമിതേന്റെയും ഒക്കെ അങ്ങനെ 3 മെയിൻലി അങ്ങനെ ഒരു ജിബിൻ ചേട്ടൻ അങ്ങനെ അതിനകത്തേക്കാണ് എത്തിപ്പെട്ടത്. ഈ ഗവൺമെന്റ് സമയത്ത് ഈ കാറ് ഭയങ്കര ഇതായിരുന്നല്ലോ. ഇപ്പഴും യൂസ് ചെയ്യണത് മറ്റേ നാനോ കൊടുത്തിട്ട് എടുത്ത കാറാണ്. നിന്റെ കാറല്ല നാനോ? ഞാനും എന്റെ കാറാണ്. ശരി. ആ സമയത്ത് ഭയങ്കര. പിന്നെ എപ്പോഴെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും അത് എവിടെയാണെന്നുള്ളത്. ശരിക്കും ഈ അത് എഴുതുമ്പോഴത്തേക്കും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നല്ലോ. ശരിക്കും അതിലെ ഓരോ സീൻ ഇപ്പൊ ബേസിനെ പോലെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് നസീറിക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന വിനായകൻ എന്ന് പറയുന്ന അവനാണ് ശരിക്കും എന്റെ അതിനകത്ത് ബേസിലെ ക്യാരക്ടറിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ അവനാണ്. ബേസിൽ ജയിക്കാനുള്ളൊരു എന്തായിരുന്നു അന്നത്തെ ഒരു? അത് ഓട്ടോമാറ്റിക്കലി ഇപ്പം ബേസിലേട്ടൻ അന്ന് മനോഹരമൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ബേസിലേട്ടൻ അഭിനയിച്ചു വരുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ബേസിലേട്ടന്റെ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നീരജേന്റെ അടുത്ത് പോയി കഥ പറയുമ്പോഴായാലും ഈ ക്യാരക്ടർ ആര് ചെയ്യണം എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. നീരജേട്ടാണ് പെട്ടെന്ന് സജസ്റ്റ് ചെയ്ത ബേസിലേട്ടന്റെ അടുത്ത് പോയി പറയാ എന്നുള്ളത്. അങ്ങനെ ബേസിലേട്ടന്റെ അടുത്ത് പോയി സംസാരിച്ചു. അങ്ങനെ ഒന്നാണ്. കാരണം അവര് തമ്മിൽ ഓൾറെഡി ഒരു കെമിസ്ട്രി ഉണ്ട്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പം ഈ ലൈഫിലുള്ള പരിപാടി സ്ക്രീനിലേക്ക് വരുമ്പോ ആ ഒരു കെമിസ്ട്രി അവിടെ വർക്ക്ഔട്ട് ആകും ഓട്ടോമാറ്റിക്. ഇപ്പൊ നസീർ കഴിഞ്ഞ ദിവസം ഈ നാടൻ പെണ്ണും നാട്ടുപ്രമാണി ഇങ്ങനെ ടിവിയിൽ കണ്ടേ. ഈ അതിനകത്ത് നസീർക്കയുടെ ക്യാരക്ടർ ഭയങ്കര ആ സമയത്ത് ഈ കോമഡിയിൽ ചെയ്തു. കോമഡി അല്ലാണ്ട് വന്നൊരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ
അതായിരുന്നല്ലേ ശരിക്കും അന്ന് വിളിച്ചപ്പോ എന്തായിരുന്നു രാജസേനൻ പറഞ്ഞ ക്യാരക്ടർ? അല്ല, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷെ അന്നൊക്കെ അത് ചെയ്യുമ്പം ഇപ്പം കാണുമ്പോൾ നമുക്ക് തോന്നിച്ചേ കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ തോന്നുമായിരിക്കാം. അന്നൊക്കെ പേടിച്ചിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ അത്രയും വലിയ ആർട്ടിസ്റ്റുകളല്ലേ. ലളിത ചേച്ചിയൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഓക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെ ഇപ്പൊ എല്ലാ മറ്റേ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണ്ട ലളിത ചേച്ചിയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അല്ല ഞാനത് ചോദിക്കുന്നത് ഇപ്പൊ എല്ലാ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സെറ്റും ഓരോ എക്സ്പീരിയൻസ്. അയ്യോ അത് ശരിയാ, മമ്മൂക്ക മുതൽ തുടങ്ങിയപ്പോ ഇപ്പൊ എങ്ങനെ കോട്ടൻ നസീർ 2.0 അപ്പൊ എങ്ങനെ ഈ പ്രോസസ്, ഈ സിനിമയുടെ മൊത്തത്തിലുള്ള പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്ത് അടുത്ത് നിന്ന് കാണാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആ ഒരു സ്റ്റേജ് ഭയങ്കരമായിട്ട് എൻജോയബിൾ ആണ് ഇപ്പൊ? പിന്നെ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ, ഇപ്പൊ ഫോണാണെങ്കിലും അതുപോലെ എന്തോ ആയിക്കോട്ടെ, ആ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു മാറ്റം നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പഴയ രൂപവും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിനോടൊപ്പം ചേർന്ന് പോകും. അങ്ങനെ ചേർന്ന് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും, ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പുതിയ തലമുറ എന്താണെന്നും അവര് എന്താണ് ചെയ്യുന്നതെന്നും പുതിയ തലമുറയ്ക്ക് എന്താണ് ഇനി ലോകത്തിന് വേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കി തന്നെയല്ല നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ്. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇവരെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഞാനൊരു സെറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ എൻ്റെ ഒരു കുറച്ച് സീനിയറായിട്ടുള്ള ഒരാളെന്ന നിലയിലും പിന്നെ അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിരിക്കും. ഇയാളുടെ അടുക്കാൻ പറ്റുമോ, സംസാരിക്കുമോ, മിണ്ടുവോ, ജാടയാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നലുണ്ടാകും. അത് ആദ്യം ഞാൻ തന്നെ അങ്ങ് പൊളിക്കും. ഞാൻ അവരുമായിട്ട് കമ്പനിയാവും. ഒറ്റ ദിവസം കൊണ്ട് അല്ലേ ആ ഫ്രീഡം അവർക്ക് അല്ല, ആ ഫ്രീഡം നമ്മളങ്ങ് കൊടുക്കണം. കാര്യം അവരത് പൊളിച്ച് അങ്ങോട്ട് വരാൻ ടൈം എടുക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് പൊളിച്ച് അകത്തോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ അവര് വളരെ ഫ്രീ ആവും. അടിയും കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്നാന്ന് പറഞ്ഞിട്ട് നീ ബാക്കി പറഞ്ഞാൽ മതി. എനിക്കല്ല, വാഴ ഞാൻ നസീർഖാൻ ആദ്യം കണ്ടപ്പോ ഭയങ്കര സീരിയസ് ആവുന്ന വിചാരിച്ചു. പക്ഷെ അഭിനയത്തിലാണ് സീരിയസ്. അല്ലേ, പിന്നെ എപ്പോഴും കാണുമ്പോ ശരിക്കൊക്കെ ആയപ്പോ മനസ്സിലായി സീരിയസ് ആയ ഒരു ക്യാരക്ടർ ആയിട്ട് പിടിച്ചതാന്ന്. ഇതിലെ ക്യാരക്ടർ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചുമ്മാ ഇരിക്കുകയായിരിക്കാം. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആ അപ്പിയറൻസും ഇതൊക്കെ ആയിട്ട് കാണുമ്പോൾ ഇയാള് ക്യാരക്ടറായിട്ട് തന്നെ ഇരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും. ലോണിന്റെ കാര്യവും. അപ്പൊ സെറ്റിലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്തായിരുന്നു സെറ്റിലെ ഒരു മൊത്തത്തിലുള്ള വൈബ്? ഇവരെല്ലാരും കൂടി ഇരുന്ന് ഓരോ സംസാരങ്ങളും കാര്യങ്ങളും. ഇവനും നോബിയുണ്ട് എന്റെ കൂടെ, പിന്നെ ബാക്കി രണ്ടുപേരും ഉണ്ട്. അല്ല, നോബിയാണ് മെയിൻ. 5 പേരുണ്ട്. നമുക്ക് പറയാനുള്ള കഥയില്ലാത്ത പരസ്പരം ട്രോളിയും പണ്ടുണ്ടായ കഥകളും കണ്ട കഥകളും ഏകദേശം ഒരു പറഞ്ഞുകൊണ്ട് 60 ദിവസം കൊണ്ട് തീർക്കേണ്ട ഷൂട്ടാണ്. എത്ര ദിവസം എടുക്കണം? 62 അല്ല, 30 ദിവസം കൊണ്ട് തീർക്കേണ്ടത് 30 ദിവസം കൊണ്ട് തീർക്കേണ്ട ഷൂട്ട് 62 ദിവസമാണ്. ആ ലാസ്റ്റ് ദിവസം സംസാരിക്കാൻ വേണ്ടി തന്നെ 2 ദിവസം റൂം ബഫർ ഷൂട്ടൊക്കെ മാറ്റിട്ട് സംസാരിക്കും. പിന്നെ വിപിന്, പിന്നെ ക്രിക്കറ്റ് കളി. അയ്യോ ഒന്നും പറയണ്ട. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഷെഡ്യൂളിലൊക്കെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. വിപിൻ ചേട്ടനാണ് എല്ലാ ക്രിക്കറ്റ് പരിപാടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് വിളിക്കും. ഞാൻ പോവില്ല, ഞാൻ കിടന്നുറങ്ങും. അല്ല, വിപിൻ ചേട്ടൻ സെറ്റിൽ ചിലപ്പോ കൂളായിരിക്കും, പക്ഷെ പിച്ചിൽ ഇറങ്ങിയ ഭയങ്കര സീരിയസ് ആയിരിക്കും. ഓരോ റണ്ണും ചോദിച്ചു വാങ്ങും, ഓരോ വിക്കറ്റും ചോദിച്ചു വാങ്ങും. ഞാൻ വിപി കള്ളം പറയുന്നത് അവൻ പിച്ചിലാണ്. അല്ലെങ്കിൽ അവന് വായിലൊരു കള്ളം പറയത്തില്ല. ഇതുപോലെ നല്ലൊരു മനുഷ്യന് ഓരോ സാധനം ചോദിച്ചു മനസ്സിലാക്കി ഔട്ടല്ലാന്നൊക്കെ വാദിച്ചിട്ട് അവിടെ പോകും. എന്റെ അടുത്ത് പിറ്റേ ദിവസം ഞാൻ ഒരു ദിവസം ഇവര് ബുക്ക് ചെയ്തിട്ട് കളിക്കാൻ പോയില്ല. പിറ്റേ ദിവസം നീ എന്താ വരായിരുന്നു? അല്ല, ഞാൻ കിടന്നുറങ്ങി. അതെന്താണ് വന്നാ എന്താ കളിക്കാണ്ടെന്താ? ഇതാണ് പരിപാടി. അതാണ്. ഞാനൊക്കെ ചില സമയത്ത് കീപ്പർ വയ്ക്കും. ജയഹേ സമയത്തൊക്കെ കീപ്പർ വയ്ക്കുമ്പോ വെറുതെ ഞാൻ വിളിക്കുമ്പോ നാളെ ഡയലോഗ് കട്ട് ചെയ്യുമ്പോ
നസീർക്ക് കിട്ടിയില്ലെങ്കിൽ റൂമിലാണെങ്കിലും ഈ അഭിനയത്തെ കുറിച്ചുള്ള ഓരോന്ന് പറയണം. എനിക്ക് എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ഉണ്ടാവും. അതല്ല, ഇത് മാത്രമല്ലല്ലോ, അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിന്നാമ്പുറത്തുണ്ട്. എല്ലാ സംഭവം കൊണ്ടുവരും കേട്ടോ. 2 ബാഗ് നിറയെ ബ്രഷും. ഇവര് ഭയങ്കര പ്രൊഫഷണൽ കളിക്കാരാണ്. നമ്മൾ മറ്റേ കണ്ടത്തിൽ കളിച്ചോണ്ടിരുന്ന പരിപാടി ഇത് ഇവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചിരിക്കാൻ ഞാൻ ഇതിലുണ്ടായിരുന്നു ബാംഗ്ലൂർ പക്ഷേ ബോളൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണാൻ പോലും ഇല്ല. എന്തിനാ പക്ഷെ നമ്മൾ ആ സമയത്ത് ഒന്ന് പോ സാറേ. അങ്ങനെയൊക്കെ നിങ്ങള് പൊതുവെ സെറ്റില് കളിയാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ ഫാമിലി ഒരു ക്യാമ്പസ് ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ പോയേക്കുന്നത്. അതാണ് കംഫർട്ട്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ. അല്ല, ഇവർക്കും കുറെ എക്സ്പീരിയൻസ് പറയാനുണ്ടാവും, നമുക്കത് കേട്ടിരിക്കാനും. നസീർക്ക് ഇപ്പൊ എല്ലാ സെറ്റിലും ബാഗ് വരയ്ക്കാനുള്ള പരിപാടി കേട്ടിട്ടുണ്ട്. അതെന്നെ വണ്ടി തന്നെ ഉണ്ടാവും. അത്യാവശ്യം ഈ കയ്യിൽ വരെ പെയിന്റ് കൊണ്ടുപോയി സമയം എപ്പോഴാണ് നമുക്ക് തോന്നുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഡബിന് വന്നപ്പോ തന്നെ നമ്മളവിടെ അല്ലെ ഒരു കാരിക്കേച്ചർ വരച്ചു. ഡബിന് വന്ന് ലാസ്റ്റ് ഡേ ഡബ് കഴിഞ്ഞ് പോകുന്ന ദിവസം ഒരു കാരിക്കേച്ചർ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് വരച്ചു. എന്റെ ഭാഗ്യത്തിന് അത് എവിടെയോ ഒത്തു. ഡബ് ചെയ്ത ഭാഗം കൂടി ഇവരെ റൈസ്. ഈ ശരിക്കും ആദ്യത്തെ സെറ്റിൽ ഈ രഞ്ജി സാറിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതും പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു മീറ്ററിൽ. അത് അന്ന് എങ്ങനെയായിരുന്നു? അപ്പൊ ഫസ്റ്റ് ഡേ ആസ് എ ഡയറക്ടർ എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഡേ ഇപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് രഞ്ജി സാറായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ രഞ്ജി സാർ ഇതിനു മുമ്പ് ചെയ്തോണ്ടിരുന്ന ഒരു നീ അവന് ഡബ് ചെയ്യും പോലെ കാപ്പിച്ചു അവൻ സംസാരിക്കാം, പക്ഷെ അവന് ഞങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങളുടെ സംസാരത്തിന് ബുദ്ധിമുട്ടാവുന്നുണ്ട് അല്ലേ? അതേ പറ്റുള്ളൂ. അത് പറ്റും, നിങ്ങൾ സംസാരിച്ചോ. അപ്പൊ അതിനകത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് രഞ്ജി സാറായിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഒരു എങ്ങനെ പറയും എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് രഞ്ജി സാർ ആദ്യത്തെ ഒരു ഡേ തന്നെ രഞ്ജി സാർ അത് ബ്രേക്ക് ചെയ്തു. സത്യം പറഞ്ഞ നമ്മുടെ അടുത്ത് വന്നിട്ട് ഷോട്ട് കഴിഞ്ഞിട്ട് വന്ന് രഞ്ജി സാർ ഷോട്ട് കഴിഞ്ഞിട്ട് വന്ന് പറയും, നിനക്ക് എന്താണ് വേണ്ടത് അതുവരെ നീ ടേക്ക് പോകണം, അതിലൊരു പ്രശ്നമില്ല. പിന്നെ രഞ്ജി സാറും ഈ പറഞ്ഞ പോലെ ആസ് എ ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ കൂടെ. ഇപ്പം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ എന്റെ ശരീരപ്രകൃതിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ജിമ്മിലേക്കൊക്കെ വിളിക്കും. എന്റെ രഞ്ജി സാറിന്റെ വീട്ടിൽ എന്റെ മുകളിൽ ജിമ്മൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വിളിക്കും, ഞാൻ ട്രെയിൻ ചെയ്യാം എന്നൊക്കെ പറയും. ഇടയ്ക്ക് ഞാൻ എന്നിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഞാൻ പണിയൊന്നും ചെയ്യില്ല, വെറുതെ പോയി എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോഴും ആ ഒരു ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുറെ ഫേസുകൾ ഉണ്ട് ഇതിനകത്ത്. അവരെ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒറ്റ മെസ്സേജിലൊക്കെ നമ്മുടെ വാഴ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ സിജുവും സാഫും അനുവായിട്ടാണ് ഇതിനകത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ബാക്കി അമിതേട്ടൻ, ജോമോൻ, അനുരാജ് ഞങ്ങളെല്ലാരും ഇതിനു മുമ്പോട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നവരാണ്. ചെറായിന്ന് കാണാൻ വേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ആ സമയം തൊട്ടേ ഉള്ളതാണ്. അപ്പൊ ഞാനും ജോമോനും അനുരാജും അമിതേണ്ണനും ഒക്കെ കൂടി മറ്റേ സബ് ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടി കല്യാണ കച്ചേരി എന്ന് പറയുന്നത്, അത് ആഫ്റ്റർ ഗൗതമനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സർക്കിളാണ്. ബാക്കി എല്ലാവരും പ്രത്യേകിച്ച് ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഇവിടെ ഒഫീഷ്യലി ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല, ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല ഒഫീഷ്യലി. എടാ ശരി ബൈ, എത്തൂലേ, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ മെസ്സേജസ്. അങ്ങനെയാണ്. പാൻ വേൾഡ് ആർട്ടിസ്റ്റുള്ള ഒരാളും കൂടെയാണ് ഇപ്പോ. പാൻ വേൾഡ് ഒരു നെല്ലിയുടെ വ്യത്യാസത്തിന് ആ കഥ പറഞ്ഞില്ലെങ്കിൽ. അതായത് യഥാർത്ഥത്തിൽ ഈ വാഴയുടെ സമയത്തല്ലേ? ഈ വാഴയുടെ സമയത്താണ്. അതല്ല, അന്വേഷിക്കും. അപ്പോ അത് നടക്കുന്ന സമയത്താണ് അങ്ങനെ വിളി വരുന്നു. അപ്പോ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചത് കസ്റ്റമർ കെയർ വിചാരിച്ചു, ഹിന്ദിയിൽ സംസാരിച്ചപ്പോ അത് കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മലയാളി വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പൊ 15-20 ദിവസം ടോട്ടലി വേണം. പക്ഷെ അതിനു മുമ്പ് കുറെ മറ്റേ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തങ്കമണിയും അന്വേഷിപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സമയമില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൂമിൽ വന്നു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം പറഞ്ഞു ഒരു വീഡിയോ അയച്ചു, ഒരു സ്ക്രിപ്റ്റ് എന്നിട്ട് പറഞ്ഞു ഇതൊരു വീഡിയോ എടുത്തു തരാം. അപ്പം വേറെ ആളെ കൊണ്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തത് നമ്മൾ ജിബിനെ കൊണ്ടാണ്. അവന്റെ വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ജിബിന്റെ കൈ കൊടുത്തു. ജിബിൻ അങ്ങനെ നിങ്ങൾ വന്നിട്ട്
അവന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, ഇല്ല അതായിരുന്നു ഓക്കെ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്ക് ആദ്യം ഇവ സ്ക്രിപ്റ്റ് കാണാതെ പെട്ടെന്ന് പഠിച്ചു, കാരണം ഇവൻ നോക്കാതെ പറഞ്ഞു ഡയലോഗ്. അപ്പോൾ ഞാൻ വിട്ടു, ബ്രില്യൻ്റ് ആണ് ആള് എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ അവർ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇക്കാ ഇഷ്ടപ്പെട്ടു, അടിപൊളി, ഈ വീഡിയോ എടുത്ത ജിബിനാണോ? ഞാൻ പറഞ്ഞു, അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇവർ പരിചയമുണ്ട്, ഇവൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നോക്കപ്പോഴേ ഇങ്ങനെ സംസാരിച്ചു പോയിട്ട് കൂട്ടത്തിൽ എൻ്റെ പുറകിൽ കണ്ണാടി ഉണ്ടായിരുന്നു, ഒല്ലോ മിറർ, അതിൽ ജിബി ഇങ്ങനെ പാസ് ചെയ്തു അഭിനയിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞു, ജിബിൻ ഒരു 1.5 വർഷം മുമ്പ് ഓഡിഷൻ ചെയ്തതാണ് ചേട്ടൻ്റെ ഈ സെയിം ക്യാരക്ടർ, പുള്ളി കിട്ടിയില്ല. അപ്പോഴും മനസ്സിലായി അന്ന് അവൻ കാണാതെ പഠിച്ച ഡയലോഗാണ്, അല്ലാതെ അപ്പോഴും പഠിച്ചുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു വയ്യ, അവർ പറഞ്ഞ ഡേറ്റും എല്ലാം ശരി, പിന്നെ പേയ്മെൻറ്റും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം ഞാൻ നസീർ അടുത്തൊന്ന് പറയും, നസീർ പറഞ്ഞു, ഡാ നീ ഇപ്പം മലയാളത്തിലാണ് ചെയ്യുന്നത്, ഇനി പാൻ ഇന്ത്യൻ, അവിടെയുള്ള ആൾക്കാരെ നീ നിന്നെ പരിചയപ്പെടുന്നു, അത് വേറൊരു കണക്റ്റാണ്, വേറൊരു സർക്കിളാണ്. അപ്പോൾ അവരെ പരിചയപ്പെടുന്നു, അത് വേറെ ഇതല്ലേ, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് പോകണം, പേയ്മെൻറ്റ് നോക്കരുത്. ഞാനാണെങ്കിൽ ഒരിക്കലും പേയ്മെൻറ്റ് നോക്കില്ല, പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ച് ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത്, എടാ അത് എന്തൊക്കെ എങ്ങനെ ഉണ്ടാ ആ പടം? അവന് കുഴപ്പമില്ല, പക്ഷെ അത് പ്രത്യേക എടാ എന്നെ ഒരു ക്യാരക്ടർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ക്യാരക്ടർക്കാ? കനീര ഭർത്താവായിട്ട്. നമ്മൾ നല്ല ക്യാരക്ടറാണ് കാ, അടിപൊളി ക്യാരക്ടറാണ്. എടാ പേയ്മെന്റ് വളരെ ഷാജോന്റെ കഥ പറഞ്ഞല്ലേ, പേയ്മെന്റ് വളരെ കുറവാണ് അങ്ങനെ വിചാരിക്കരുത്. നമ്മള് പാൻ ഇന്ത്യൻ ആവും, ഇന്ത്യയായിട്ട് കൂട്ടാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ സമയത്ത് ഡേറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് മനോരമയുടെ ഷൂട്ട്, ആ സത്യം കൂടെ പറയട്ടെ, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം ഇവിടുന്ന് അത് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോയതാ, അല്ലെങ്കിൽ ഞാനും അതിനകത്ത് വരേണ്ട ആളായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ പാൻ ഒരു കാൻ ഫെസ്റ്റിവലിക്കായി ഉണ്ടായിരുന്നു സത്യം. പലരും രണ്ടാമത് നമ്മുടെ ഇപ്പൊ ഒരു വെബ് സീരീസ് ഇറങ്ങിയില്ല സുരാജിന്റെ നായകേന്ദ്രൻസ്. അപ്പോൾ അതില് പ്രശാന്ത് ചെയ്ത ക്യാരക്ടർ ഞാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിളിച്ച് ഡയറക്ടർ എല്ലാം പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ആ സമയത്താണ് എനിക്ക് ഇത് കയറി വന്നു. ഇനി അടുത്ത കാര്യം, പ്രശാന്താണ് ഇത് ചെയ്യേണ്ടത്, പ്രശാന്ത് നേരെ തിരിച്ച് ഇവിടെ വന്നു. സീരിയസ്ലി അവിടെ സെലക്റ്റഡ് ആയത് നമ്മൾ പ്രശാന്ത് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനില്ലെങ്കിൽ പ്രശാന്താണ്. എന്റെ റോള് പ്രശാന്താണ്. അല്ലല്ല, നിങ്ങൾ വേറെ ഏതോ തമിഴ് ആർട്ടിസ്റ്റാണ്. അപ്പൊ പ്രശാന്ത് ഇവിടെ വന്നു, ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ എനിക്ക് ഇത് കിട്ടി, രണ്ടുപേരും അങ്ങോട്ട് മാറും. നസീർക്ക് തമിഴ് ഓഫറൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അണ്ണാച്ചി കപ്പലിന്റെ കൂട്ടി വരാറുണ്ട്. പടം പുതിയ റിലീസ് ഉണ്ട്, കാണണം. കാണാമാ. ഞാൻ ഇല്ലില്ല, നമ്മളങ്ങനെ ശ്രമം നടത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പം പറയാൻ പറ്റില്ലല്ലോ, ക്യാരക്ടർ എന്തെങ്കിലും വേഷങ്ങളൊക്കെ വന്നാൽ ഉറപ്പായിട്ട് വരും. അല്ല ഈ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, മുമ്പൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്, ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അന്ന് പ്രായം കുറവല്ലായിരുന്നു, അതുകൊണ്ട് ക്യാമ്പസ്. അല്ല, അങ്ങനെ നമ്മുടെ മലയാളത്തിൽ എന്തെങ്കിലും ചെയ്യാം കിട്ടട്ടെ എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നല്ലോ. അത് ഇവിടെ ഒന്ന് കാലം ഉറച്ചിട്ട് വേണമല്ലോ തമിഴിലേക്ക് പോകാൻ. സത്യം. അസീസ്ക്ക് എങ്ങനെ വേറെ ഓഫർ പാൻ ഷാരൂഖ് ഖാന്റെ കൂടെ വിളിച്ചു. ഇവിടുന്ന് അംബാനി വിളിച്ചിരുന്നു കല്യാണത്തിനായി, പൈസ അടച്ചില്ല, ഒരു പെണ്ണിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്, ജിയോ റീചാർജ് ചെയ്യാൻ. ഇങ്ങനെയുള്ള വാഴകളാണ് സിനിമയിൽ മൊത്തം, മനസ്സിലായല്ലോ. റീടേക്കുകൾ പോയ ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്, അതെടുത്ത് വെച്ചാൽ 7 സിനിമ. വാഴ 2, വാഴ 3, വാഴ 4, വാഴ 5, വാഴ 6. ഇതാണ് യഥാർത്ഥ വാഴ. റീടേക്കുകൾ പോയിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും പോകുമല്ലോ. പക്ഷെ അത് നല്ലൊരു പടം, എന്താ പറയണ പറഞ്ഞ പോലെ നമുക്കതിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ചിലപ്പം കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയി കിട്ടാനൊക്കെയാണ്, അല്ലാതെ വേറെ ഒന്നും ആയിട്ടല്ല. ചിരിച്ചു പറഞ്ഞൊരു ഉണ്ട്. ഇത് എസ്പെഷ്യലി ഇവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും സീരിയസ് ആണ്. എനിക്ക് ഇവരുടെ ഇവിടെ കോമഡിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വേറൊരു മൂടും, ഇവരുടെ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ജോമോനൊക്കെ എപ്പോ ഏത് ഷോട്ടിൽ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ഷോട്ടിലൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും
ഇവൻ ഒരു ആക്ഷൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, പക്ഷെ അതിന് റിയാക്ട് ചെയ്യുന്നില്ല. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്തു. ഞാൻ കട്ട് പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവർ റിയാക്ട് ചെയ്തു. ഓർക്കണ്ട, അത് എനിക്ക് എന്നിട്ട് ഞാൻ കട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഷോട്ട് നഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ്. അവിടെ നസീർ ഖാൻ ആക്ടിങ് കണ്ടുകൊണ്ടിരുന്നു. അതേപോലെ ഇമോഷണലി ഇപ്പൊ ഈ നസീറിക്കയുടെയും അമിതാന്റെ ഒക്കെ കൂടെ ഒരു സീനുണ്ട്. അതൊക്കെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഉള്ളത്. അതും ഈ പറഞ്ഞ പോലെ ഇവര് ഇൻവോൾവ് ആയിട്ടേ, ഒരു കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് ഞാൻ കട്ട് പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുന്ന മൊമെന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ റീടേക്കിന് വരുമ്പോഴേ ഹനീഫയ്ക്ക് ഒരിക്കലും എന്തിനും ഡബ് ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യം എഞ്ചിനീയർ പറഞ്ഞ ഫസ്റ്റ് ഡേക്ക് ശരിയായിട്ടില്ല, എന്നിട്ട് ലാസ്റ്റ് അറിയിട്ടല്ലേ പുള്ളി തന്നെ പറഞ്ഞ ഫസ്റ്റ് ഡേക്ക് ഓക്കെ ആയിരുന്നു, ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ശരിക്കും എങ്ങനെ അത് തീർത്തപ്പോ നമുക്ക് മൈൻഡ് ഡൗൺ ആയി പോയില്ല? അല്ല, നമ്മള് ഭയങ്കര ആത്മവിശ്വാസത്തോട് ചെയ്തുകൊണ്ടിരുന്ന അംഗീകാരം കിട്ടിയ ഒരു സാധനം വേറൊരിടത്ത് പോയി ചെയ്യുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു നിരാശയും സങ്കടം തോന്നും. പിന്നെ അവിടുന്ന് പിന്നെ നമുക്കൊരു വാശി ഉണ്ടാവും, എന്നാൽ ഇത് ശരിയാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് സംഭവിച്ചത് നമ്മളെ കാനഡയിൽ പോയ ഫിലിമില്ലേ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്, ഒരു സീൻ വൈകുന്നേരം 6:30 മണിയാകുമ്പോൾ ആക്ഷൻ തുടങ്ങും. ആ സീൻ എടുത്ത് കഴിയുന്നത് രാവിലെ 6 മണിക്ക്. ഒരു 50 ടേക്ക് എൻ്റെ ദൈവമേ എടുത്തെടുത്തെടുത്തെടുത്ത് അവസാനം എനിക്ക് ദേഷ്യമാണോ ഭ്രാന്താണോ തകർന്ന് തരിപ്പണോ. എന്നിട്ട് ഫ്രാൻസിൽ വെച്ച് അവർക്ക് കൊടുത്തത്. അപ്പൊ ഞാൻ കനിയെടുത്തു, കനി നമ്മൾ അഭിനയിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. അവര് ചേട്ടൻ 50 ഉള്ളൂ, ഞാൻ 80, 90 ആയത്. ചേട്ടൻ വരാത്തതിൻ്റെ ദിവസം ഞാൻ പറഞ്ഞ അത് പായൽ ഇങ്ങനെയാണ് എന്ന് പറയും. എന്നിട്ട് അതിനുശേഷം കനി ഡബ്ബിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കനി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വെച്ചതെല്ലാം ഫസ്റ്റ് ഷോട്ടെന്ന്. സീരിയസ്ലി എൻ്റെ വെച്ച ഓക്കെ ഷോട്ട് എല്ലാം ഫസ്റ്റ് ഷോട്ട്. കാരണം നമ്മൾ ആ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം പിന്നെ എത്ര അഭിനയിച്ചാലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്തായാലും അതിനു മുമ്പ് ഒരു 3-4 റിഹേഴ്സൽ നമ്മൾ ചെയ്യും. ആ റിഹേഴ്സൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോട്ടില്ലേ അത് ചെയ്യുമ്പോൾ പോലെ പിന്നെ അതോ ഫസ്റ്റ് അഭിനയിക്കുന്നതന്നെയാണോ ഇനി 100 ടേക്ക് പിന്നെ എടുത്തിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ടാണോ? അല്ല, പക്ഷെ അത് ആ ഷോട്ട് നല്ലതാണെങ്കിലും ഡയറക്ടർ അനുതാപം പറയും അതൊക്കെ അത് ഇരുന്നോട്ടെ. പിന്നെ ഇടയ്ക്കുള്ള കട്ട് ഷോട്ടുകളില്ലേ, ക്ലോസുകൾ, അത് ആ വേരിയേഷനിൽ അല്ലെങ്കിൽ അത് വേരിയേഷൻ എടുക്കാൻ വേണ്ടി പറയും. ടോട്ടൽ എടുപ്പിക്കില്ല. അല്ല, ഇതില് ഇപ്പം നമ്മൾ ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ഏതാണ്ട് ഒരു സാമ്യമൊക്കെ വെച്ചിട്ടുള്ള ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിലുപരി ഇപ്പം ഞങ്ങൾ തമാശ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജുകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ 3 പേരും, ഞാനും നോബി ഒക്കെ. അങ്ങനെയാണ് പ്രേക്ഷകർ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഞങ്ങൾ അച്ഛന്മാരുടെ ക്യാരക്ടർ അങ്ങനെയല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇമോഷനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ സീൻസൊക്കെ സീസണിൻ്റെ സീൻസ് ആണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസൊക്കെ നോബിയാണെങ്കിലൊക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 15-ാം തീയതി ഒരു വാഴ റിലീസാവാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ചിത്രം ഒരു വലിയൊരു വിജയമാവട്ടെ, ഒരുപാട് വർഷങ്ങളോളം സെലിബ്രിറ്റി ആവുന്ന ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു.